പനീർ ബട്ടർ മസാല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം. പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അണ്ടിപ്പരിപ്പ്, തക്കാളി, വെല്ലുള്ളി. പിന്നെ ഇതാ 200 ഗ്രാം പനീറാണ് ഞാൻ വാങ്ങിച്ചത്. ഓൾറെഡി കട്ട് ചെയ്തിട്ടാണ് അതിൻ്റെ അകത്ത് ഉണ്ടാവുക. അതും കൂടി ഒരു പാത്രത്തിലേക്ക് തട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടർ കുറച്ചേ ഉള്ളൂ, കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അത് നന്നായി ഉരുകി വരട്ടെ. എന്നിട്ട് നമ്മളിതാ ഈ പനീർ ഇതിൻ്റെ അകത്തേക്ക് തട്ടുകയാണേ. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. പതിയെ ഇളക്കി കൊടുത്താൽ മതി, പൊട്ടിപ്പോവരുത്. ചെറിയൊരു കളർ മാറ്റം വരുന്നത് വരെ നമ്മളിങ്ങനെ ആ ബട്ടറിൽ ഇളക്കി കൊടുക്കുക. അതേ പാനിൽ തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ജീരകമിട്ട്, വലിയ ജീരകം, പെരുംജീരകം, അത് കഴിഞ്ഞിട്ട് വെളുത്തുള്ളി അതും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ അണ്ടിപ്പരിപ്പ് 6-7 അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ വലിയുള്ളി, തക്കാളി, പച്ചമുളക് അതും കൂടി ഈ എണ്ണയിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. നന്നായി ഇളക്കിയെടുക്കണം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ മുളക് പൊടി, എരിവ് വേണമെങ്കിൽ ഇനിയും ചേർക്കാം കേട്ടോ. ഇവിടെ എരിവ് കുറച്ച് മതി, അതുകൊണ്ടാണ് കുറച്ച് ചേർത്തത്. ഗരം മസാല, ഗരം മസാലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ഒന്ന് വാടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ തീ ഓഫ് ചെയ്യുന്നുണ്ട്. ഇനി ചൂട് തണിഞ്ഞതിന് ശേഷം ഒരു മിക്സിക്കകത്തിട്ടിട്ട് ഇതെല്ലാം നമ്മൾ അരച്ചെടുക്കണേ. ഞാൻ പച്ചമുളക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇവിടെ അധികം എരിവ് വേണ്ടാത്തത് കൊണ്ടാണ് കേട്ടോ. പച്ചമുളക് ചേർത്ത് അരയ്ക്കണം, അപ്പോൾ എരിവ് അധികമാവുന്നത് കൊണ്ട് ഞാൻ ഒഴിവാക്കിയെന്നുള്ളൂ. ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഈ അരച്ച് വെച്ചതും കൂടി ചേർത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. നല്ല ക്രീം രൂപത്തിലായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ബട്ടറിൽ ഫ്രൈ ആക്കി വെച്ച പനീർ ഇതാ ഇതിൻ്റെ അകത്തേക്ക് തട്ടാണ്. ഇത് പിന്നെ മിക്സ് ചെയ്യുക. ഇതിൻ്റെ മുകളിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കട്ടെ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ചേർക്കുന്നില്ല. ഇനി കുറച്ച് കസൂരി മെത്തി, അത് ഉലുവ മുളപ്പിച്ചിട്ട് ഉണക്കിയതാണ് കേട്ടോ. നമുക്ക് വീട്ടിലങ്ങനെ ചെയ്യാം, അത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാണ്. കുറച്ച് മല്ലിയില, ബട്ടർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ലാസ്റ്റ് ബട്ടർ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. എന്താ നല്ല അടിപൊളി പനീർ ചപ്പാത്തിയുടെ കൂടെ, പൊറോട്ടയുടെ കൂടെ, പുട്ടിൻ്റെ കൂടെ എല്ലാം കഴിക്കാം കേട്ടോ.
ഞാൻ എന്താ കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കണ്ടോ, നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് പനീർ. ഇത് കുറച്ച് മല്ലി ഇലയും കൂടി ഒരു ഭംഗിക്ക് കിടക്കട്ടെ. ഒന്ന് റിച്ചാക്കിയതാണ് കേട്ടോ. കുറച്ച് ക്രീമും കൂടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർക്കായിരുന്നു. ക്രീമില്ലാത്തത് കൊണ്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.